ബ്രഹ്മചര്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മുഖത്ത് നോക്കാനേ നമുക്ക് തോന്നില്ല. അവിടെ ഒരു പെൺകുട്ടിനെ കണ്ടിട്ടല്ലേ 3 കൂടി ഇവിടെ പണിക്കാതെ ഇറച്ചിപ്പൂടിയാണ് നായിക്കണായി നിൽക്കണത്. ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ലേഡീസ് ഒത്തുള്ള ഇതിൻ്റെ സമ്പർക്കം ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് അപകടം ചെയ്യും. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആണ്ട. ഈ വീടും ആ വീടും ഞങ്ങൾ ഒരു കുടുംബം പോലെ ഇവിടെ കഴിയുന്ന. നിങ്ങളെ മോള് ഇന്ന് മുതൽ ഞങ്ങളെയും കൂടി മോളാ. ഇവിടുന്ന് ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നോട് പാൽക്കാർ അപ്പൂട്ടം പറഞ്ഞു ഇത് പ്രേതബാധമുള്ള വീടാണ്, അതുകൊണ്ടാകും പല വാടകക്കാർ ഇവിടെ നിൽക്കാത്തത്. അതൊന്നും എനിക്ക് പിടിക്കണല്ലോ. എന്തേ ഈ പോലില്ല? അല്ല, എനിക്ക് ആ പ്രയത്തിനൊന്ന് കാണണം. അതൊക്കെ ഞാൻ പിടിച്ചോളൂ. ഈ വയ്ക്കോ. ആ നായ്ക്ക് വിശക്കുണ്ടോ? ഭക്ഷണം പോയി കൊടുക്ക്. ഓരോരോ കാരണം പറഞ്ഞിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അങ്കിൾ, അവിടെ മോട്ടർ കേടായി, കുറച്ച് വെള്ളം എടുക്കട്ടെ? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് കുട്ടി ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ മോട്ടോർ പെട്ടെന്ന് കേടാവുക, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഇങ്ങോട്ട് വരിക, ഞാനാണെങ്കിൽ വിശേഷാൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂക്കൾ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുക. മൊത്തത്തിലൊരു ദുരൂഹത എനിക്ക് മണക്കുന്നുണ്ട്. എന്ത് ദുരൂഹത? അതായത് ഇന്നലെ രാത്രി ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. രാവേറെ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ഒരു പാട്ട്. ആദ്യം കരുതിയത് മറ്റു റൂമിലാരോ FM റേഡിയോ വെച്ചതാന്നാ. പിന്നീടാ മനസ്സിലായത് ഏതോ ഒരു പെൺകുട്ടി ഇരുന്ന് പാടുകയാണെന്ന്. അങ്കിളെ, ഇതൊക്കെ വെറും കെട്ടുകഥകളാ. ഇക്കാലത്തുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകള്? നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൂടി എൻ്റെ പ്രശ്ന. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇവിടെയുള്ള ഐറ്റങ്ങൾ പറയുന്നത് ഇതൊക്കെ വെറും കെട്ടുകഥകളാന്നാ. നിങ്ങളൊക്കെ എച്ചി പിടിച്ച് കുന്നിയൊക്കെ കടിച്ച് പറിച്ച് ചോര ഒലിപ്പിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോളൂ. ഒരു ബ്രഹ്മചാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണേണ്ട സിനിമയാണല്ലോ ബ്രഹ്മരക്ഷസ്. ഇന്നലെ ബ്രഹ്മമുഹൂർത്തത്തിലിരുന്ന് ആ സിനിമ മുഴുവനായിട്ട് അങ്ങ് കണ്ടു തീർത്തു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ രാക്ഷസനും കിന്നരന്മാരും യക്ഷിയൊക്കെ ഉള്ളതാ, പക്ഷെ ആരും അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം. വെറുതെ അല്ല, ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഹൃദയ, വെള്ളം എടുത്തില്ലേ? ഇപ്പൊ എടുക്കാൻഡി. എവിടെ നോക്കിയാലും പെണ്ണുങ്ങളുടെ സാന്നിധ്യമാണല്ലോ നശിപ്പിക്കാനായിട്ട്. എൻ്റെ അറുമുഖ മുത്തശ്ശ പൊറുക്കണേ ഭഗവാനെ. ഉന്നാസ പൊരന്റെ ബാറ്റിൽ നിന്ന് കളിച്ച് വെച്ചപ്പോ ഈ മുന്നിലെത്തിയോ? ഇവിടെ ആകുമ്പോ നല്ല കാറ്റ് പൊളിച്ച് കിട്ടുമോ? അതെ, കാറ്റും മത്സ്യം കയറിപ്പോ അറിയാണ്ട് അപ്പുറത്തെ കൊലായിൽ കയറിപ്പോണ്ട. വിട്ടോ വിട്ടോ, എനിക്ക് എന്റെ കളിയൊക്കെ മനസ്സിലാവുന്നുണ്ട്. തലകാരിയാക്കടാ. ഇതെവിടുന്ന ഈ ആട് കരയെന്ന് ഒച്ച കേട്ട്? എന്താക്കടാ? യോഗാസന. യോഗാസനല്ലേ ഇത്? നിന്റെ തോന്നിയാസ ഉല്ലാസേ, ഇന്റെ കളി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എന്ത് കളിയായത്? അമ്മേ, അയ്യോ, നിന്റെ ഒരു കോമഡി. ഹൃദയ, നമ്മുടെ പ്രണയം ഇത്രയും പെട്ടെന്ന് പൂത്തൊളിഞ്ഞ് ചളിവിളിയാവുന്ന ഞാൻ വിചാരിച്ചില്ല. അല്ല, സക്സസ് ആവുന്നു വിചാരിച്ചില്ല. എന്താ ചെയ്യാ, ഹൃദയയുടെ ഒരു കാര്യം. വരുൺ, it's a beautiful place, right?
കറക്റ്റ്. ഹൃദയ, ആ നമ്മുടെ മാരേജ് കഴിഞ്ഞാലേ നമുക്ക് കാനഡ സെറ്റിൽ ആവാം. പിന്നല്ലാതെ. അവിടെയാകുമ്പോൾ എൻ്റെ പപ്പ മമ്മിയൊക്കെ ആയിട്ട് നിനക്ക് തകർക്കാം. ആ ക്രമേണ നിന്റെ പപ്പയും മമ്മിയും നമുക്ക് എടുത്തിക്കാം. ഓക്കെ? ഓക്കെ. പിന്നെ ഒരു കാര്യം, നീ പഠിച്ച ഡോക്ടറാന്നൊക്കെ കൊള്ളാം, അതെനിക്ക് വിഷയമുള്ള കേസല്ല. അതിൻ്റെ പേരൊരു ഫണ്ട് എൻ്റെ വീട്ടിലേക്ക് നോ. പകരം എൻ്റെ ബിസിനസ്സിൽ നിന്റെ മെൻ്റൽ സപ്പോർട്ട് എനിക്ക് വേണം. ഈ വരുണിന്റെ ഒരു കാര്യം. ഡോ, എന്താണോ ചിരിക്കുന്നത് നീ? ആ പ്രസാട്ടാ, ഞാൻ എന്റെ ഹൃദയമോളേക്ക് കാനഡയിൽ നിന്ന് അടിച്ചു വിളിക്കുന്നു. എടോ 10-70 വയസ്സുള്ള എന്റെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ടല്ലടോ എനിക്ക് ഇവിടെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പൈസ അയച്ചിരുന്നത്. എന്നറിഞ്ഞ് ലണ്ടനിലും അമേരിക്കയിലൊക്കെ ഓരോ പെൺകുട്ടികളോട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എടോ മര്യാദക്ക് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. പ്രസാദങ്ങൾ പല പ്രാവശ്യം ഞാൻ മാർക്ക് ഇന്നെ ഉപദേശിക്കാൻ പറ്റുന്നു. ഞാൻ ഒരു കല്യാണം ഒന്നും വേണ്ടേ? അത് പിന്നെ ഞാൻ ഈ ബ്രഹ്മചര്യത്തിൽ പെട്ടുപോയില്ലേ. പെട്ടുപോകാൻ ഉരുൾപൊട്ടലല്ലേ? മുന്നോട്ട് പോയി കല്യാണം. ക്രിസ്ത്യേന വക്രസ്ത്യ ഉദസ്ത്യാന ക്രമർദ്ദത. അത് തന്നെ. അകത്ത് പോയി കിടന്നാ അവിടെ കൂർക്കം വെച്ച് ഇറങ്ങാറാക്കാതെ. ഭയങ്കര ക്ഷീണം, എണീക്കാനാവില്ല. ഭയങ്കര നീരാ മേലൊക്കെ. അപ്പുട്ടാ കറിയല്ലേ? ഉപ്പും മുളകോടിയും കുത്തി കളിക്കാല്ലേ, കറിയാവൂല. ഇവിടെ പച്ചക്കറിയോ മീനോ ഒന്നുമില്ല. ഞാൻ പാലായിട്ട് വന്നപ്പോ വിചാരണ ഇവിടെ കാണില്ല. ഫോൺ വിളിച്ചിട്ടാണ് സ്വിച്ച് ഓഫും. കറി വെക്കാനാണ് ഇവിടെ ഒരു സാധനം ഇല്ലേനു. അത് ശരി, ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നോക്കി നിങ്ങള്. ഇവന്മാരെ കൊലായിക്കു തിന്ന കളി ഉണ്ടല്ലോ. ബഷീർക്ക, നിങ്ങൾ ഇവിടെ മൊബൈലിൽ ഗെയിമും കളിച്ചുത്തിരിക്കുക? ഗെയിമും കളിച്ചുത്തിരിക്കല്ലോ, ഞാൻ ഓഫീസിലേക്ക് ഒരു മെയിൽ ചെയ്യാണ്. ഞങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഇവിടെ കറി വെക്കാൻ ഒരു സാധനമില്ല. ആ എന്ത് നേരത്തെ പറയാഞ്ഞ്? ഞാൻ അടുക്കള പോയി നോക്കുമ്പോൾ വിജയേട്ടൻ ലീവാക്കി പോയിക്കണേ. ഓ ലീവാക്കിയതായിരിക്കൂലടോ. ലീവാക്കണോ നേരത്തെ പറയും. വേറെന്താ അർജന്റ് കാര്യത്തിന് പോയതായിരിക്കൂ. പിന്നെ ഭജന ജപിച്ചിരുന്നാലൊന്നും വയറ്റിലേക്ക് പോവില്ല. അല്ലടോ, 2 ആഴ്ച മുമ്പിട്ട് വാങ്ങിയ ക്യാരറ്റൊക്കെ നിങ്ങൾ എന്താക്കിയ? ആ ക്യാരറ്റ് തിന്നാൻ ആ കിടന്നുറങ്ങണേ. എന്താടോ മുയലോ? ആ ചേച്ചിനോടെ തക്കാളി ഉള്ളുണ്ടോ എന്ന് ചോദിച്ചോക്കട്ടാ. എങ്ങോട്ടാ പോണ്? അകത്ത് പോയി കിടക്കാൻ പറഞ്ഞത് കേൾക്കാത്ത തക്കാളിക്ക് പോണ്. ഞാൻ പോയിക്കോളൂ. അല്ലടോ, നിങ്ങൾക്കൊന്നും ഉളുപ്പും മാനോ ഒന്നുമില്ലേ? നിങ്ങളൊക്കെ അവിടുന്ന് പച്ചക്കറിയോ വെണ്ടയ്ക്കോ തക്കാളിയോ എന്ത് വേണേ വാങ്ങിച്ചോ. പക്ഷെ അതിലൊന്നും എന്നെ ഉൾപ്പെടുത്തണ്ട. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചട്ടിയിൽ അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണ്ട. ജട്ടിയോ? ജട്ടി അല്ലടോ, ചട്ടി. ശ്രീലമ്പറമാർ ഇങ്ങോട്ട് മാറിക്കടോ. എന്തേ? എന്റെ തക്കാളി ഉണ്ടോ എടുക്കാൻ? ഇപ്പൊ തരാം. അതെ, 2 ഉള്ളി കൂടി എടുത്തോളിയാ. ഓ മോളെ പഠിത്തൊക്കെ ഉഷാറായിട്ട് പോണില്ലേ? ഓ ഉഷാറാണ്. അച്ഛൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. എന്റെ അന്വേഷണം പറയാണ്ട് കേട്ടോ. ഓ പറയാം. അല്ല, നീ കുറച്ച് ഞാൻ മണ്ണെണ്ണി കൂടി വേണ്ടി വരുമോ? അത് വേണ്ട മോളെ, നെയ്ത്തിരിയാടണം. കിട്ടിയില്ലേ? കിട്ടി. ആ പുതിയ വന്ന് കുട്ടിയുണ്ടല്ലോ, ഒക്കെ നല്ല സ്വഭാവം. എനിക്ക് തക്കാളി ഉള്ളിയും തന്നതിൻ്റെ സോള് പിന്നെയും ചോദിക്കാം മണ്ണെണ്ണ വേണോന്ന്. കറണ്ട് പോയാലൊക്കെ കത്തിക്കാനിരിക്കല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ മെത്തിട്ടുണ്ട് മോളേന്ന്. അറിയിക്കടോ, കൂട്ടാൻ വെക്കണോ? ആ പെണ്ണ് ബഷീർഖാനെ നാടോടിക്കാറ്റാക്കിയാണ്ട്. അയാൾക്ക് എന്ത് നാടോടി, എന്ത് കാറ്റ്. ഈ വാടോ. അയ്യോ ആരാത്? മോളെ ഞാൻ പാടിത്തരാം, ക്ലാസിക്കലല്ലേ? നിങ്ങൾ എവിടുന്നാണ് രാത്രി ഓടി വരുന്നത്? എന്നെ കുറെ നായ്ക്കൾ കൂടി ഓടിച്ചോടാ. ഏതായി? നായിന്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറെ ലൈറ്റും ട്യൂബും ലൈറ്റും ഒക്കെ കൂടെ. നിങ്ങൾ രാത്രി എടപ്പേനു? ഞാൻ കറുവപ്പല്ല് വർക്ക് ചെയ്യുമ്പോഴാ രാവിലത്തെ പൂജയ്ക്ക്. രാത്രിയോ? എനിക്ക് കൈയും കാലം പറിച്ചിട്ട് പാടില്ല. ഞാൻ ലേശത്തെ പോയി കിടക്കട്ടെ. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നാട്ടിൽ എന്ന് പറഞ്ഞാൽ മതി. ഇയാളെന്തോ തരികട ഒപ്പിച്ചിക്കല്ലോ. ഹലോ മോളെ, പോയോ? അവൻ പോയി. ശരിക്കും നിങ്ങൾ കുറേ നേരമല്ലേ സസ്പെൻസ് പറഞ്ഞേ. നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ പറയൂ. കാര്യമൊന്നുമില്ലടോ, ഇന്നിന്റെ പിറന്നാളാണ്. പിറന്നാളാ? ബഷീർക്ക ഹാപ്പി ബർത്ത്ഡേ. സന്തോഷം. സന്തോഷം മോനെ.
അല്ല നമുക്ക് ഉഷാറാക്കണ്ടേ? ഉഷാറാക്കണം, കേക്ക് മുറിക്കണം. അല്ല ബഷീർക്ക, കേക്ക് മാത്രമേ ഉള്ളൂ? കേക്ക് മാത്രമല്ല മോനെ, ഞാൻ ഭക്ഷണം ഏൽപ്പിക്കുന്ന നന്മ ഹോട്ടലിൽ ഒരു കൊണ്ടുവരും. ആ ഇതാ വന്നല്ലോ. വരി, കേറിക്കോടി, വരി, കേറി. അതോടി ഒരു കൊടി വരി വെക്കണ, കേറി കൊണ്ടാട്ടോ പോണേ. പെണ്ണുങ്ങളെ കാമ്പത്ത് മുങ്ങും. ഇവിടെ കേറി. അപ്പൂട്ടാ ആ കേക്ക് കൊണ്ടെടുത്തോ. അവിടെ ഒരു കാര്യം പറയാൻ വന്നു. ഇവിടെ പുതിയ ആളാണല്ലോ, ഇവരെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇത് ഉല്ലാസ്, ജിംനേഷ്യം നടത്തുക. ഇത് ലിയോണ്, LIC ഏജൻ്റാ. ഇങ്ങോട്ട് വേണോ? ഇത് പെണ്ണുങ്ങളെ കണ്ടോ? ഇത് നമ്മുടെ കൂടെയുള്ള നിത്യബ്രഹ്മചാരിയാണ് പ്രസാദ് കൃഷ്ണ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അലർജിയാണ്. അപ്പൊ ഞാനോ? ആ ഇത് നമ്മളെ പാചാരൻ അപ്പൂട്ടൻ, നമുക്കറിയാലോ. അല്ലടോ, നമ്മളെ കൂടെ ഒരാളും കൂടി ഇല്ലേനോ, നിതീഷ്. ഓനെവിടെ പോയി? ഓനെങ്ങനെയാ വരിക? ഓനോട് നിങ്ങൾ വാടകയും ചോദിച്ചു, ഓനെ കുറവാക്കിയില്ലേ? ഞാൻ നിങ്ങളെ എൻ്റെ അനിയന്മാരെ പോലെയല്ലോ കരുതുന്നത്. ഞാനൊരു തമാശ പറഞ്ഞു കാര്യമാക്കിക്കുക. അല്ല, നിങ്ങൾ തമാശ അറിഞ്ഞേനി? ഞാൻ വെറുതെ വാടക എന്നല്ല നിങ്ങൾക്ക്. ഇജ്ജി കളിക്കല്ലേ, ഓനെ കൂടി വിളി. നിതീഷ, നിതീഷ്, നിതീഷ ഇങ്ങോട്ട് വാ. അന്നെ എല്ലാവരും അവിടെ ചോദിക്കണ്ടേ, മൂപ്പരെ പിറന്നാളാന്ന്. വാടകയൊക്കെ മൂപ്പര് ഒരു തമാശ ചോദിച്ചാണ്. ഇനി മിണ്ടല്ലോ, എനിക്ക് അയാളെ വർത്താനം ചിലപ്പോൾ ഇഷ്ടാവില്ല. ഇങ്ങോട്ട് വാ എല്ലാവരും. ഇതാ നിതീഷ ഇങ്ങോട്ട് വാ. ഇത് നിതീഷ്, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ. മൊബൈൽ സർവീസ് കോഴ്സ് പഠിക്കുക. അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോണേയും കൊണ്ട് അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ്. ഇവനോട് ഇന്ന് രാവിലെ ഞാൻ വാടക ചോദിച്ചു. അതിനാകുമ്പോൾ അകത്ത് പിണങ്ങി കുത്തിരിക്കുന്നത്. ഇപ്പം എന്നോട് അത് ചെയ്യാൻ പാടും. നിങ്ങൾ പറയും. ബഷീർക്ക് വേറെ കേക്ക് മുറിക്കുക. വരിട്ടോ, കേക്ക് കുറിക്കുക. വെക്കേ വെക്കളെ. വരുൺ സാഗർ അല്ലേ? നിതീഷ്. നിതീഷോ? താൻ എന്താണ് വിചാരിച്ചേ? ബെൻസ് ഉണ്ട്, പപ്പയും മമ്മി കാനഡയിലാന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ അങ്ങ് ഇറങ്ങി വരുന്നോ? താൻ ഉടായിപ്പാന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലായതാ. ഇനി മേല എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താ ഞാൻ ആരാന്ന് നീ അറിയും. മനസ്സിലായോ? ഹലോ. ഹലോ, ആ എവിടെയാ ഉള്ളത്? സിക്കന്ദ്രാബാദ്. അവിടെ എന്താ പ്രോഗ്രാം? ഇവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് വന്നാണ്. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞോ? ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞോന്ന്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ അവിടെ ഉണ്ടല്ലോ. മേല എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താ ഞാൻ ആരാന്ന് നീ അറിയും.